എനിക്ക് കിട്ടിയൊരു വമ്പൻ സർപ്രൈസാണ് ഇന്നത്തെ വീഡിയോ. 3 മണിയാകുമ്പോഴേക്കും പാലാരിവട്ടത്തേക്ക് ചെല്ലാൻ രഞ്ജൂസ് വിളിച്ചു പറഞ്ഞു. പാലാരിവട്ടത്തുള്ള ഹഷ്തോ കഫയിലാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. ഇതൊക്കെ കണ്ട് ഞാൻ നല്ല സർപ്രൈസ്ഡായി. പുള്ളിക്കാരൻ നേരത്തെ വിളിച്ചു പറഞ്ഞ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു ഇതൊക്കെ. കൃത്യം 3 മണിക്ക് തന്നെ എത്തണമെന്ന് വിചാരിച്ചെങ്കിലും അത് നടന്നില്ല. ഞാൻ എത്തിയപ്പോൾ 4 മണിയായി. അങ്ങനെ തൊട്ടടുത്തുള്ള KR ബേക്കറിയിൽ നിന്ന് ഒരു നാരങ്ങ വെള്ളവും പഴംപൊരിയും കഴിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. ഞാൻ വൈകി വന്നതിൻ്റെ കലിപ്പ് ചെറുതായി മുഖത്ത് കാണാം കേട്ടോ. നിറയെ റോസ് പെറ്റൽസ് വിതറി മേശപ്പുറത്ത് 2 കുട്ടി കേക്ക്. എന്ത് ഭംഗിയല്ലേ കാണാൻ. പക്ഷെ സർപ്രൈസ് ഇവിടെ കൊണ്ട് തീർന്നില്ല. പിന്നെ ആകെ ഒരു പുകമയായിരുന്നു. പിന്നെ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന കേക്ക് ഞങ്ങൾ 2 പേരും കൂടി കട്ട് ചെയ്തു. കാണാൻ നല്ല സുന്ദരക്കുട്ടന്മാരാണെന്ന് മാത്രമല്ല, കഴിക്കാനും ഉഗ്രനായിരുന്നു ഈ കേക്കുകൾ. ഏതാനും മാസങ്ങളെ ആയുള്ളൂ എങ്കിലും പരിചയപ്പെട്ടിട്ട് വർഷങ്ങളായ പോലെ എനിക്ക് എപ്പോഴും തോന്നും. കാരണം കൂടെ നടക്കുന്ന ഓരോ മിനിറ്റും എങ്ങനെ അടിച്ചു പൊളിക്കാമെന്ന് ചിന്തിക്കുന്നവരാണ് ഞങ്ങൾ 2 പേരും. നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പുകയൊന്ന് കഴിഞ്ഞിട്ട് വേണം ഈ കേക്ക് ഒന്ന് ആസ്വദിച്ച് കഴിക്കാൻ. എന്ത് ഭംഗിയിൽ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതല്ലേ. 2 കുട്ടി ഭംഗിയുള്ള കേക്കുകൾക്കടിയിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ഫോർ എവർ എന്ന് രഞ്ജൂസ് നേരത്തെ പറഞ്ഞ് എഴുതി വെച്ചിരുന്നു. പുറത്ത് വെൽവെറ്റി ടെക്സ്ചറുള്ള നല്ല ക്രീമി ആയിട്ടുള്ള 2 കേക്കുകൾ. ചോക്ലേറ്റ് ഫ്ലേവർ വലിയ ഇഷ്ടമല്ലാഞ്ഞിട്ട് കൂടി എനിക്ക് വിട്ടുകൊടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് പല കാര്യങ്ങളും സംസാരിച്ചു. ഞാൻ ആദ്യമായിട്ടായിരുന്നു ഹഷ്തോ കഫയിൽ വന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കേക്കും ഫുഡും ആളുകളും എല്ലാം. കേക്ക് കഴിച്ചു കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഇച്ചിരി ഫോട്ടോസൊക്കെ എടുത്തു. ആൾക്ക് ക്യാമറയിൽ വരാൻ ഇച്ചിരി നാണമുണ്ട്. ഉച്ചക്ക് കഴിക്കാതെ വന്ന കാരണം ഞങ്ങൾ കുറച്ച് ആഹാരം ഓർഡർ ചെയ്തു. അതൊക്കെ കഴിച്ചു തീർത്ത ശേഷം തൊട്ടടുത്തുള്ള R&Bയിൽ ചെന്ന് ഞങ്ങൾക്ക് 1-2 സാധനങ്ങൾ കൂടി വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ 2-3 കടകളിലൊക്കെ കയറി ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കഴിഞ്ഞു ഞാൻ നേരെ ലുലുവിലോട്ട് ചെന്നു. അപ്പൂസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ലുലു. ലുലു എന്ന് പറഞ്ഞ ഫൺചൂറ. അവിടുത്തെ ഗെയിമുകളിലൊക്കെ കയറി ഞങ്ങൾ എല്ലാവരും കൂടി പാരകളിൽ നിന്ന് ആഹാരം കഴിച്ച് രാത്രി വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.